യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തു ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം. അവിടെ ഖുർആൻ അതിന്റെ ആ ചരിത്ര വിശകലനത്തിൽ പറഞ്ഞു, മറിയം ബീവി ഏറ്റവും പവിത്രതയായ സ്ത്രീയാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ മറിയം ബീവിയെയും ഉണ്ണിയേശുവിനെയും ഒക്കെ ഓർമ്മിക്കുന്ന ക്രിസ്മസ് അത് എല്ലാ ജനങ്ങളുടെയും ഒരു ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ, മുസ്ലിമീങ്ങളായ നമ്മൾ ഈസാ നബി സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക? ആലോചിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. അള്ളാഹു പറഞ്ഞത് മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീനിന് പോലും പോറലേൽക്കുന്ന രീതിയിൽ നമ്മൾ പങ്കാളികളാകുന്നത്. പ്രിയപ്പെട്ടവരെ, മതം വിറ്റിട്ടല്ല, ആദർശം പണയം വെച്ചിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല.